സംസ്ഥാന സർക്കാരുകൾക്ക് ചർച്ച നടത്താൻ കളമൊരുക്കുകയാണ്. അങ്ങനെയെങ്കിൽ കേരളം ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ച ആദ്യ വാദങ്ങൾക്ക് ഒരു പരിഗണന കിട്ടിയെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അങ്ങനെ ഒരു പരിഗണന കിട്ടിയെന്ന് നമുക്ക് തീർച്ചയായിട്ടും കരുതാൻ കഴിയുകയില്ല. പക്ഷേ കോടതി സാധാരണ ഇപ്പൊ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായാല് അതിലെ ശക്തിഹീനമായ വിഭാഗത്തെ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലായിരിക്കും കോടതിയുടെ പരാമർശങ്ങൾ ആദ്യം ഉണ്ടാവുക. കാരണം അവരെ ശക്തിപ്പെടുത്തുക, ഒരു സംവാദത്തിന് അവരെ തയ്യാറാക്കുക, അവരെ ശാക്തീകരിക്കുക എന്ന രീതിയിലായിരിക്കും സുപ്രീം കോടതി തുടങ്ങുക. എന്തായാലും ഇങ്ങനെ ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന സ്ഥിതിക്ക് രണ്ടു പേരുടെ ഭാഗത്തും, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തും സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തും ശരിയുമുണ്ട് തെറ്റുമുണ്ട്. അതാണ് നമ്മൾ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവര് പരസ്പരം സംസാരിച്ചാല് കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് അയയും, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില വാശികളിൽ ചില പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്താൻ ബാധ്യസ്ഥരായി തീരും. അപ്പോ കോടതി അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ കോടതി ഇടപെടേണ്ടി വരും. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും പിടിവാശി കളയേണ്ടിയിരിക്കുന്നു. കാരണം അത്യന്തം ഗൗരവതരമായ കടത്തിന്റെ വക്കത്താണ് കേരളം എത്തിയിരിക്കുന്നത് എന്ന് സാധാരണ ആർക്കും മനസ്സിലാകുന്ന അതായത് നമ്മുടെ സമസ്ത മേഖലകളും വന്നിച്ച് ഒരിടത്തും ഒരു പൈസയും ചെലവാക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ഏറ്റവും ുള്ളവർ പോലും അവഗണിക്കപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് കേന്ദ്രത്തിനും മനസ്സിലാകും, ഇത് സുപ്രീം കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം ഓർമ്മയുണ്ടല്ലോ, ഡെപ്പോസിറ്റേഴ്സിന്റെ ക്ലെയിം വെച്ച് സുപ്രീം കോടതി നമ്മുടെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയപ്പോ, ചീഫ് സെക്രട്ടറി എന്താണ് സുപ്രീം കോടതി അല്ല ഹൈക്കോടതി വിളിച്ചു വരുത്തിയപ്പോ ഹൈക്കോടതിയുടെ മുൻപിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി എന്താണ് പറഞ്ഞത്? നിത്യനിദാന ചെലവുകൾക്ക് പോലും ഖജനാവിൽ കാശില്ല. അപ്പോഴാണ് കോടതി ചോദിച്ചത്, അപ്പൊ ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ ഘട്ടമാണോ എന്ന് കോടതി പോലും ചോദിച്ചതാണ്. അത് വെറുതെയല്ല, കോടതി ഒന്നും മനസ്സിലാക്കാതെയല്ലേ. അങ്ങനെയിരിക്കുന്ന സംസ്ഥാനം കേന്ദ്രത്തെ പഴിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും സുപ്രീം കോടതി വിശകലനം ചെയ്യും. ഇപ്പൊ എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഈ ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനേക്കാൾ ഉപരി എല്ലാ സംസ്ഥാനങ്ങളെയും, കേരളത്തെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും വലിയ സമ്മർദ്ദത്തിലാക്കത്തക്ക രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് 2014 ശേഷം സെസ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സെസ്സിൽ തന്നെ അതായത് 100 വർധനവാണ് 2017-18 2022-23 ഇടയ്ക്ക് വരുത്തിയിരിക്കുന്നത്. ബാലഗോപാൽ തന്നെ ഒരു കണക്ക് പറഞ്ഞിരുന്നു. അതായത് 15,40,000 കോടി രൂപ 2014-15 മുതൽ സെസ് ആയും സർചാർജായും കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്തു എന്ന്. ആ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രം അങ്ങനെ സെസ്സും സർചാർജും ഈടാക്കിയത്? കാരണം ഇത് രണ്ടും നേരിട്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പങ്കിടേണ്ട സെസ് ആയിട്ടും സർചാർജായിട്ടും മുൻ ധനമന്ത്രി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തോമസ്